എന്റെ മുട്ട എന്തോ വേദന ഇത്. ആ പയ്യനെ ഇവിടെ എങ്ങും നോക്കിയിട്ട് കാണാനില്ല. ഷോ, അവരിനി എപ്പോ വരും ഇനി ശാരദയൊക്കെ? ഓ, സർക്കസ് ഒന്നും കഴിഞ്ഞില്ല ഇതുവരെ. ഇവര് പോയിട്ട് വരാൻ നേരവും കുറേ ആയി. ഷോ, എനിക്ക് മുട്ട വരെ സഹിക്കാൻ വയ്യ. ആ, എത്തിയോ നിങ്ങള്? എന്തുവാണ് നീ പറഞ്ഞ? ഹൾക്കോ? എന്റെ പൊന്നു ശാരദയെ, ഞാൻ എപ്പോ തൊട്ട് മുട്ടുവാൻ എടുത്തിരിക്കാന്നറിയോ? ആ തൈലം നീ എവിടെ കൊണ്ട് വെച്ച്? അയ്യോ, അമ്മയ്ക്ക് മുട്ടുവാൻ എടുക്കുന്നുണ്ടായിരുന്നോ? അയ്യോ അമ്മ, ആ തൈലം തീർന്നു പോയി. അന്ന് വൈദ്യന്റെ അടുത്തുനിന്ന് വാങ്ങിച്ച തൈലമായിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞായിരുന്നു അമ്മയുടെ മുട്ടൊന്ന് കാണണം, കണ്ടിട്ടേ ഇനി തൈലം തരാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ചേട്ടൻ പിന്നെ പോയി വാങ്ങാഞ്ഞത്. വേറെ ഇതിൽ ഓയിൻമെന്റ് വല്ലതും വേണോ ശാരദേ? ഓ, അതൊന്നും പറ്റത്തില്ല എനിക്ക്. ഈ തൈലം അല്ലാതെ വേറെ ഒന്നും എനിക്ക് പിടിക്കത്തില്ല. മോളെ വാ, അമ്മണി വാ, നമുക്ക് പോകാം. അമ്മ, ഞാൻ ഈ ചേട്ടനോട് വിളിച്ചു പറയട്ടെ, അവിടെ പോയെങ്കിലേ തൈര് ഒന്ന് വാങ്ങിക്കാന്. എടി, അവൻ അതിനാ ചെന്നാ കിട്ടത്തില്ലല്ലോ. എന്റെ മുട്ട് കാണണമെന്നില്ല ആ വൈദ്യര് പറഞ്ഞത്. നാണിയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കണേ. മുട്ടുവേന കൂടുതലാണെങ്കിൽ ഞാനെങ്കിൽ ഓയിൻമെന്റ് കൊണ്ട് വരാം. വേണ്ട ശാന്തേച്ചി, അതൊന്നും വരട്ടെ മാറത്തില്ല അമ്മയ്ക്ക്. അമ്മയ്ക്കാണെങ്കിൽ ആ തൈലം തന്നെ വേണം. അതാ ശാന്ത, ഞാൻ പോയി തൈലം വാങ്ങിച്ചോളാം. എന്നാ ശരി, ഞാൻ ഇറങ്ങി വന്നേ. അമ്മ ഇതാ പിന്നെ വന്നോളൂ. അമ്മ എന്ന് എഴുന്നേറ്റ് നോക്കിക്ക്, ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് മുട്ടുവേന കൂടും. ഇവിടെ എന്തോ പരിപാടി? എന്ത് നിങ്ങളിവിടെ കൂടാലോചന? അവിടെ പെണ്ണാലോചനയൊക്കെ നടക്കട്ടെ. ഇത് ശാരദ, ഞാനെന്നാ പോയിട്ട് വരട്ടെ ആ വൈദ്യരെ കാണാന്. അന്ന് ഞാനോട് വരാമേ. വേണ്ട വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. നീ പിള്ളേരെ ഇട്ടച്ച് വരണ്ട. അമ്മ സൂക്ഷിച്ചു വേണം കേട്ടോ, ഒന്നാമത് മുട്ടുവേദനയാ. ആ, എന്നാ ഞാൻ ഇറങ്ങുവാ. വൈദ്യരേ, വൈദ്യരേ. ആരോ വന്നല്ലോ. ആരാ? നീ കയറുവാ. വൈദ്യരെ, എന്നെ അറിയാവോ? ആ, എവിടെയോ ഒരു ഓർമ്മ. മധുവിന്റെ അമ്മയായിട്ട് വരുവോ? ആ, അത് തന്നെ. മധുവിന്റെ അമ്മയാ ഞാൻ, നാണിയമ്മ. ആ, എന്ത് പറ്റി നാണിയമ്മേ? എനിക്ക് മുട്ടുവേദന സഹിക്കാൻ വയ്യ. തൈലം ഇവിടുന്ന് തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതങ്ങ് തീർന്നിട്ട് 2 ദിവസമായി. ഞാൻ പക്ഷേ എനിക്ക് 2 ദിവസം തൈലം പെരട്ടിയില്ല. ഞാൻ വിചാരിച്ച് വീട്ടിൽ ഇരിപ്പുണ്ടെന്ന്. അവിടെ എന്നെ എന്ത് തൈലം നോക്കി വന്നിട്ട് എങ്ങും കണ്ടില്ല. അപ്പൊ ശാരദ എന്നോട് പറഞ്ഞു തൈലം തീർന്നു പോയെന്ന് പറഞ്ഞു. ആ, മധു വന്നപ്പോ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ, നാണിയമ്മയുടെ മുട്ടൊന്ന് നേരിട്ട് കണ്ടാലേ നമുക്ക് തൈലം തരാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് ഏത് ടൈപ്പാണ് മുട്ടുവേദന അറിയത്തില്ലല്ലോ. നാണിയമ്മ അവിടെ ഇരുന്നേ. ആ, മുട്ടിന് ചെറിയൊരു തേയ്മാനം പോലെ ഉണ്ട്. അധികം നടക്കൊന്നും വേണ്ട. പിന്നെ നിങ്ങളിങ്ങനെ എപ്പോഴും ഇരിപ്പില്ല, ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ട് നടക്കണം. ഇതിപ്പോ നടക്കണോ നടക്കണ്ടേ? ചെറുതായിട്ട് നടക്കണം, ചെറുതായിട്ട്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാനാ പാട്. മുട്ടിന് അധികം ബലം പിടിക്കണ്ട, കൈ കൊണ്ടൊന്ന് കുത്തി എഴുന്നേക്ക്. അയ്യോ, ഭയങ്കര മുട്ടുവേദനയാ. ഞാനെന്നാലേ അകത്തൊന്ന് തൈലം എടുത്തു വരട്ടെ. കൊട്ടച്ചുക്കാലികളുണ്ട്, അതും രാവിലെ വൈകിട്ട് കൊണ്ടൊന്ന് മിരട്ടിയാലേ. പിന്നെ കാല് നനയ്ക്കരുത് കേട്ടോ എപ്പോഴും. ഈ തൈലം പുരട്ടി കഴിഞ്ഞ് കാല് നനയ്ക്കപ്പോഴാണ് പ്രശ്നമാവുന്നത്. പിന്നെ ബാത്റൂമിലൊക്കെ പോകുമ്പോ എങ്ങനെയാ വൈദ്യരെ കാല് നനയ്ക്കാതെ? അത് ബാത്റൂമിലൊക്കെ പോയി റെഡി ആയതിനു ശേഷം വേണം ഈ തൈലം ഇട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി. അല്ലാതെ നിങ്ങൾ ചുമ്മാ ഈ ബാത്റൂമിലൊക്കെ പോകുന്നതിന് തൊട്ട് മുമ്പ് ഈ തൈലം പുരട്ടിക്കൊണ്ട് നനച്ചു കഴിഞ്ഞിട്ട് ഒരു പ്രയോജനം ഇല്ല. ഇതാ 250 രൂപയായി. പിന്നെ കുറച്ചുകൂടെ നല്ലത് രാത്രി പെട്ടുന്നതായിരിക്കും. രാത്രി കിടക്കാൻ നേരത്ത് പെട്ടി കഴിഞ്ഞാൽ പിന്നെ നനയ്ക്കണ്ടല്ലോ. ശരി വൈദ്യരെ, ഞാൻ ഇതൊക്കെ നനയ്ക്കൊക്കെ ചെയ്തു. അതാന്ന് തോന്നുന്നു മുട്ടുവേദന കൂടിയത്. ആ, ഇനിയിപ്പോ ഞാൻ പറഞ്ഞ പോലൊക്കെ നിങ്ങൾ ചെയ്യാൻ നോക്കും. പിന്നെ തൈലം പെരട്ടിയിട്ട് ഇതിന് അധികമായിട്ടങ്ങ് മസാജ് ചെയ്യല്ലേ, ചെറുതായിട്ട് ലൈറ്റായിട്ട് മസാജ് ചെയ്യാവൂ. ആ, ശരി വൈദ്യരെ. ഈ മരുന്ന് കൊടുത്തിട്ട് ഇവരൊക്കെ പറയുന്ന രീതിയിലല്ല കൊണ്ട് പെരട്ടി വെക്കുന്നത്. എന്നിട്ട് പിന്നെ ഈ കൊടുക്കുന്ന വൈദ്യർക്ക് ആ കുറ്റം. ഓ, എനിക്ക് വയ്യേ, നടന്നു വയ്യേ. മുട്ടുവേദന സഹിക്കാൻ വയ്യ. ഇത്രയും ദൂരം നടന്നപ്പോൾ മുട്ടുവേദന കൂടി. സന്ധ്യ ആവാറായി. ഇവിടെ നിൽക്കാനും പറ്റത്തില്ലല്ലോ. ഷോ, എന്ത് ചെയ്യുമെന്ന് പറ. അവളെയും കൂടെ കൊണ്ടുവരണ്ടായിരുന്നു, ശാരദയും കൂടെ. പിള്ളേരവിടെ ഒറ്റയ്ക്ക് ഇരുന്നേനെ. എങ്ങനെയായിരുന്നു വീട്ടിലെത്തിപ്പെട്ടാൽ മതി. ഓ, എനിക്കിനി ഒരു ചെവിട്ടടി നടക്കാൻ വയ്യ. മുട്ടുവേദന സഹിക്കാൻ വയ്യ. കുറച്ചു നേരം ഇനി ഇവിടുന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാം. ഈ മരച്ചോട്ടിലെങ്ങനെ ഇരിക്കാം. അയ്യോ അയ്യോ, ഇരുന്നപ്പോൾ എന്തൊരു ആശ്വാസം. നേരത്തെ ഞാൻ എവിടെയെങ്കിലും ഇരുന്നൊന്ന് വിശ്രമിക്കട്ടായിരുന്നു. ഓ,
ഇത്രയും ദൂരം നടന്ന കാലുവേന കൂടി ഇതിപ്പോൾ ഇരുന്നപ്പോൾ നല്ല ആശ്വാസം. നേരെ ഇരുട്ടാറായെന്ന് തോന്നുന്നു. എന്തായാലും 6:30 കാണുമായിരിക്കും. അധികം നേരം കൂടി ഇരിക്കുന്നത് ശരിയല്ല, കാടല്ലേ. ഈ വൈദ്യരുടെ വീട്ടിൽ പോകുന്ന വഴിക്ക് എന്തൊരു കാടാ ഇത്. എന്തൊക്കെ അവശബ്ദമൊക്കെ കേൾക്കുന്നു, എനിക്ക് പേടിയാവുന്നു. എന്റെ ദൈവമേ, പുലി വരുന്ന സൗണ്ടല്ലേ കേട്ടത്? അയ്യോ, ഇവിടെ എവിടെ ഒളിച്ചിരിക്കാം. എന്റെ ദൈവമേ, ഒരു പുലിയല്ലേ നടന്നു വരുന്നത്. എന്റെ പുലി കാണുമോ? പുലി അങ്ങ് പോയി, ആശ്വാസം. പുലി എന്തായാലും എന്നെ കണ്ടില്ല, ഈ മരത്തിന്റെ ബാക്കിൽ ഒളിച്ചിരുന്നോണ്ട്. ഇനി എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് ഓടി രക്ഷപ്പെടാം. മരുന്ന് എവിടെ ആയിരുന്നു ഞാൻ കൊണ്ടുവച്ചത്? അതേ ഇരിക്കുന്നു കുപ്പി. പുലി ഇനി തിരിച്ചു വരുന്ന മുമ്പ് പെട്ടെന്ന് രക്ഷപ്പെടട്ടെ ഇവിടുന്ന് മരുന്നും കൊണ്ട്. പുലിയുടെ വാല് മാത്രം അങ്ങ് ദൂരെ കാണാം. ആ പുലി അങ്ങോട്ട് പോകുന്നുണ്ട്. അനങ്ങാതെ ഇവിടുന്ന് പോകാം. ഹൾക്കിനെ എനിക്ക് വേണം. എനിക്ക് വേണം ഹൾക്കിനെ. ഞാൻ ഹൾക്കിനെ ഇവളുമാർക്ക് വിട്ടുകൊടുക്കാൻ തോന്നുന്നുണ്ടോ? ഞാൻ സ്വന്തമാക്കും ഹൾക്കിനെ. ഞാൻ അതിനല്ലേ വെറൈറ്റി സാരി കൊടുത്തേക്കുന്ന റെഡ് കളറ്. അമ്മ ഇതുവരെ കണ്ടില്ലല്ലോ. മുട്ടുവേനെ പറഞ്ഞിട്ട് തൈലം വാങ്ങിക്കാൻ പോയിട്ട് ഇത്ര നേരമായി. ഈ കുട്ടുവാന് വേറെ പണിയില്ല. ഈ പെണ്ണുങ്ങളെ നേരത്തെ നിർത്തിയേക്കുന്നത്. ആൾക്ക് വരും അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മൂമ്മ കാണുന്നുമില്ലല്ലോ. തോന്നുന്നു. ഞാനെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു. അമ്മ മരുന്ന് കിട്ടിയോ? മരുന്ന് കിട്ടി. ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു സംഭവം ഉണ്ടായി പിള്ളേരെ. നടന്ന് കാലുവേദന എടുത്തിട്ട് ഞാനെങ്കിൽ ഒരു മരത്തിന്റെ വെട്ടി പോയിരുന്നു കേട്ടോ. ഞാൻ നോക്കിയപ്പോ ഭയങ്കര സൗണ്ട്, എന്തോ പുലിയുടെ സൗണ്ട്. നോക്കിയപ്പോ എന്റെ ബാക്കിൽ കൂടെ പുലി വരുന്നു. ഞാൻ പെട്ടെന്ന് ആ മരത്തിന്റെ ബാക്കിൽ ഒളിച്ച്. എന്നെ ഭാഗ്യത്തിന് ആ പുലി കണ്ടില്ല. അല്ലായിരുന്നെങ്കിൽ പണി കിട്ടിയേനെ. പുലി എന്നെ കണ്ടില്ല. ഞാൻ അതിന് മുമ്പേ ആ മരത്തിന്റെ ബാക്കിൽ ഒളിച്ച്. പുലി കാണാഞ്ഞത് കാര്യമല്ലോ. അമ്മ ഇങ്ങനെ ഒളിച്ചിരുന്നത് കാര്യമായി. പിന്നെ ഞാൻ അവിടുന്ന് ജീവനും കൊണ്ട് ഓടിയിടുന്നു. അല്ല, ഇതൊക്കെ ആരാ? ഈ പെമ്പിളരൊക്കെ ആരാ? നിങ്ങളുടെ ഫ്രണ്ട്സ് ആണോ? ഇവനെന്തോ പരിപാടിയൊക്കെ കാണിക്കുന്നേ? ഇതിന്റെ നേതൃത്വം ആരാ? അവനോ? നിങ്ങളൊക്കെ എല്ലാവരും ചേർന്നിട്ട് തന്നെയാണോ? ഞാനതാ പോയി തൈലം പെരട്ടെ കാലില്. അമ്മയെ കുളിച്ചിട്ട് പെരട്ടിയാ മതി. ശരിയാ. എന്നോട് വൈദ്യുതി പറഞ്ഞേ വിട്ടത് കുളി കഴിഞ്ഞിട്ട് പെരട്ടിക്കൊണ്ടിരിക്കാൻ. അമ്മ തൈലക്കുപ്പി കൊണ്ടുവാ. എന്നാടി സൂക്ഷിച്ചങ്ങോട്ട് വെച്ചേട്ടെ. ഞാൻ പോയി കുളിക്കട്ടെ അപ്പോഴത്തേക്ക്. ഞാൻ അടുക്കള പോയി വല്ലതും ഉണ്ടാക്കട്ടെ. ഈ പെമ്പിളാർക്കൂടെ വല്ലതും കഴിക്കാൻ കൊടുക്കണ്ടേ? ന്യൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി തരാം. നല്ല ഡ്രസ്സ് ഇട്ടിട്ട് എവിടെയും പോയി ഇരിക്കാതിരിക്കുന്നതാ നല്ലത്. ഈ ഡ്രസ്സ് എല്ലാം ചുളുങ്ങും. ഞാനും ഹൾക്കിനെ വെയിറ്റ് ചെയ്തിരിക്കുക. എനിക്കെങ്ങും ഇരിക്കാൻ വേണ്ട, ഒന്നും വേണ്ട. പിള്ളേർ എല്ലാവർക്കും ന്യൂഡിൽസ് മതിയല്ലോ. അയ്യോ, ദേ കുപ്പി ഇവിടെ വന്നിരിക്കുന്നത്. ഇതെങ്ങനെ ഇവിടെ പ്രത്യക്ഷപ്പെട്ട്? അമ്മയുടെ മരുന്ന് കുപ്പിയാ. ഞാൻ ഇവിടെ അല്ലായിരുന്നു വെച്ചത്. ഇത് അലമാരയുടെ മുകളിലായിരുന്നു വെച്ചത്. ഇതെങ്ങനെ ഇപ്പൊ ഇവിടെ വന്ന്? എന്തെങ്കിലും ആവട്ടെ. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഞാനുണ്ടായിരുന്നു എന്താ പാകത്തെ കൊണ്ടുവച്ചത്. ഇതിപ്പോ ഇങ്ങനെ അമ്മയുടെ തലി വന്ന്. വൈദ്യുതി എന്തോ സാധനം കൊടുത്തു വിട്ടത്? മരുന്നൊന്നും എന്റെ കൊടുത്തു വിട്ടത്. തൈലം ഒന്നും പറഞ്ഞിട്ട് കൊടുത്തു വിട്ട് വേറെ തന്നെ സാധനമാണോ? അമ്മേ, അമ്മേ, നാണയം ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തുപോയി കാണുന്നത്? അയ്യോ, പ്രേതം. നിങ്ങടാ തള്ള എന്നെ ഇവിടെ കൊണ്ടുവന്നത്. കാട്ടിക്കിടന്ന് എന്നെ ഇവിടെ പൊക്കിയെടുത്തോണ്ട് വന്നു. ഞാനാണ് കുപ്പിപ്രേതം. ശാരദ, ഞാൻ കുളി കഴിഞ്ഞു. തൈലക്കുപ്പിക്കാ ഞാൻ കാലെ പറ്റട്ടെ. അമ്മ കൊണ്ടുവന്ന് തൈലം വന്നാണ്ട് ഈ പ്രേതക്കുപ്പിയായിട്ട് നിൽക്കുന്ന ഇവിടെ വലിയ കുപ്പി കണ്ടില്ലേ? അയ്യോ, പ്രേതമോ? ഇതെങ്ങനെ പ്രേതമായിട്ട് മാറി? ആ വൈദ്യുതി തന്ന കുപ്പിയല്ലേ ഇത്? തൈലക്കുപ്പി ഇതെങ്ങനെ പ്രേതമായി മാറി? ഇത് വൈദ്യുതി തന്ന കുപ്പിയൊന്നുമല്ല. ആ തൈലക്കുപ്പി കാട്ടിക്കിടക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയതല്ലേ കുപ്പി മാറിക്കൊണ്ട് പോകുന്നത്. നിങ്ങളുടെ തൈലക്കുപ്പിയും എന്റെ കുപ്പിയുടെ അടുത്ത് തന്നെ കിടന്നത്.
നിങ്ങൾ കുപ്പി മാറി എന്നെ എടുത്തോണ്ട് വന്നത്. ഇനി ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല. അങ്ങനെ തിരിഞ്ഞു കറങ്ങട്ടെ. എല്ലാത്തിനും ഒന്നുകൂടെ ഞാൻ പറപ്പിക്കാം. മേളോട്ട് പറഞ്ഞു എല്ലാം കൂടെ. അകത്തെന്തോ ഭയങ്കര വിളിച്ചു വെള്ളം കേൾക്കുന്നത് എന്താ ഇവിടെ? ഇതൊക്കെ നമ്മുടെ ബാക്കിയൊരു കുപ്പി അവിടെ നോക്കിയേ. ഹായ് സുന്ദരിമാരെ പെമ്പിള്ളാർ എനിക്ക് വേണ്ടിയിട്ട് നിരന്ന് നിൽക്കുന്നത്. ഇവരെ അന്ന് എനിക്ക് വേണ്ടിയിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നേ. ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം എനിക്ക് വിവാഹം കഴിക്കാൻ വേണ്ടി. ഹായ് ഹൾക്ക് വന്നിരിക്കുന്നു. വൗ സൂപ്പർ. എന്ത് സ്ട്രോങ് ആ ഹൾക്ക്. ഹൾക്ക് എന്നെ വിവാഹം കഴിക്കണേ. ഇവരാരാ? ഹൾക്കോ? ഈ പ്രേതമായ കുപ്പിപ്രേതമായ എന്നെ തോപ്പിക്കോ അവൻ. തൽക്കാലം ഇങ്ങോട്ട് ഒതുങ്ങി നിൽക്കാം. ഇതാര്? അയ്യോ കുട്ടുമോനല്ലേ? കുട്ടുമോനെ കാറ് ഈ സ്ഥിതിയിലാക്കിയത് കുപ്പിപ്രേതോ? അവിടെ നിൽക്കുന്നത് കുപ്പിപ്രേതോ അല്ലേ? അയ്യോ കുപ്പിപ്രേതോ ഇവരെ ഈ അവസ്ഥയിലാക്കിയത്. ഹൾക്ക് കറക്റ്റ് സമയത്താണ് തന്നെ വന്നത്. ഞാൻ ഇവരെ രക്ഷിക്കും. ഈ ഹൾക്കായി ഞാൻ അവരെ രക്ഷിക്കും. എനിക്ക് വേണ്ടിയിട്ടല്ലേ ഈ പെമ്പിള്ളാരെ ഒരുക്കി നിർത്തിക്കുന്നത്, എനിക്ക് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തു, അപ്പൊ ഞാൻ തിരിച്ച് ഹെൽപ്പ് ചെയ്യണ്ടേ? കുപ്പിപ്രേതം ഇവിടെ വാ, നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഞാൻ ആരാന്നറിയോ? ഹൾക്ക്. നിനക്ക് എന്നെ അറിയത്തില്ല, ഒറ്റ ഇടിക്കേ ഉള്ളൂ. നീ പോ. നീ ആ കുപ്പിപ്രേതം പൊട്ടിപ്പോയി. അയ്യോ ഹൾക്ക് വന്നുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടത്. നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയും പെൺകുട്ടികളെ ഒരുക്കി തന്നില്ലേ? എനിക്ക് ഇതിന് ആരെ വേണം സെലക്ട് ചെയ്ത് കല്യാണം കഴിക്കാമല്ലോ. എനിക്ക് ഇതിലെല്ലാരും ഇഷ്ടപ്പെട്ടു. എല്ലാരും ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവരെല്ലാരും എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോവാം. അവര് നമ്മളെ പോലെ മനുഷ്യരല്ലല്ലോ, അപ്പൊ അവർക്ക് എത്ര വില വേണേലും സ്വീകരിക്കാം. താങ്ക് യു. ഞങ്ങളെ 3 പേരെ എന്തായാലും സെലക്ട് ചെയ്തല്ലോ.